സർ, അഹമ്മദാബാദിലെ കോൺഗ്രസിൻ്റെ വിശാലക പ്രവർത്തക സമിതി യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ എന്നൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നും ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണം BJP ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായി അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ശരിക്കും ഇതിൻ്റെ വാസ്തവം എന്താണ്? ഒരു കാര്യം ആദ്യം തന്നെ കാറ്റഗറികളിൽ പറയാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് വളരെ വ്യർത്ഥമായിട്ടുള്ള ആരോപണമാണ്. അത് ഒരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ പറ്റും. പക്ഷേ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യലൊന്നും ഇന്ത്യയിൽ അത്ര എളുപ്പമല്ല. കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒരു 10 ലക്ഷത്തോളം വരുന്ന വോട്ടിംഗ് മെഷീനുകളാണ്. പിന്നെ ഷിബിലിനൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ, ഇതിങ്ങനെ ഒരാളൊറ്റക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സോ ഒരുപാട് ആളുകൾ ബന്ധപ്പെടുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടം ആളുകളെ ഒക്കെ വിശ്വാസത്തിലെടുത്താൽ മാത്രമേ ഇതിൽ മാനിപ്പുലേഷനൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താൽ പോലും ഇതെന്തെങ്കിലും ഒരു കാലത്ത് പുറത്തു വരും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം അങ്ങനെ ജീവിതകാലം മുഴുവൻ ആരും ഇത് പുറത്തു പറയാതിരിക്കുകയോ മൂടി വെക്കാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെ മാനിപ്പുലേഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഈ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടാവുകയും 31 സീറ്റുകളിൽ, അതായത് ആകെയുള്ള 48 സീറ്റുകളിൽ 31 എണ്ണത്തിൽ ഇന്ത്യ മുന്നണി ജയിക്കുകയും ചെയ്തതിന് ശേഷം ഒരു 4-5 മാസങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് 95% പേരും ജയിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു അത്ഭുതം കണ്ടിട്ടാണ് പലപ്പോഴും ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള പരാതികളൊക്കെ ഉയരുന്നതിൻ്റെ ഒരു കാരണം. ഇതിപ്പോൾ മഹാരാഷ്ട്രയാണെങ്കിലും ഹരിയാനയാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, ഇവർ ജയിക്കുന്ന സ്ഥലങ്ങളിൽ കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇവർ ജയിക്കുന്ന ഇപ്പോൾ അരുണാചൽ പ്രദേശോ ഹിമാചൽ പ്രദേശോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കാശ്മീരെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അത് ചിലർ പറയുന്ന ന്യായീകരണം വലിയ സ്റ്റേറ്റുകൾ BJP എടുത്തിട്ട് ചെറിയ സ്റ്റേറ്റുകൾ വിട്ടുകൊടുക്കുന്നതാണ് എന്നൊക്കെ എന്നോട് വലിയ കോൺഗ്രസ് നേതാക്കൾ പോലും സംശയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ രമേശ് ചെന്നിത്തലക്കൊക്കെ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സംശയങ്ങൾ ഈവൻ KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലക്കൊക്കെ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് അറിയാമോ ഷിബിലെ? രണ്ടാമത്തെ ഫാക്ടർ ഈ ഇലക്ഷൻ കമ്മീഷൻ പഴയ പോലെ അത്രത്തോളം സുതാര്യമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 7 ഘട്ടമായിട്ടാണ് വോട്ടിംഗ് നടന്നത്. അപ്പോൾ ആ 7 ഘട്ടത്തിൻ്റെയും വോട്ടിംഗ് ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിൻ്റെ റിസൾട്ടുകൾ പുറത്തേക്ക് വിടാൻ, എത്ര വോട്ടുകളാണ് പോൾ ചെയ്തതെന്ന് പുറത്തേക്ക് വിടാനൊക്കെ വലിയ തോതിലുള്ള കാലതാമസം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു സ്ഥലത്ത് നമുക്കറിയാം, അതായത് ഒരു വോട്ടിംഗ് മെഷീനുകൾ നിറച്ച വണ്ടി എത്തുകയും പിന്നീട് അത് തിരിച്ചുവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് വലിയ സംശയം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനൊക്കെ ഒരു നിരുത്തരവാദപരമായ പ്രവർത്തനമാണ്. കാരണം ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ ഓരോ ബൂത്തിൽ നിന്നും കിട്ടുന്ന കൃത്യമായ റെക്കോർഡ് പ്രകാരം എത്ര വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടതെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എത്ര വോട്ടുകളാണെന്നല്ല, ഏതാണ്ട് പെർസെൻറ്റേജ് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. പിന്നെ പലപ്പോഴും ഈ വോട്ടെണ്ണുമ്പോൾ ഈ പ്രഖ്യാപിച്ച പെർസെൻറ്റേജും വോട്ടെണ്ണുമ്പോഴും ഒക്കെ തന്നെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടി ഒരു ലൂസായി ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സംശയിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ്, ഒരു സംശയമില്ലാതെ ഞാൻ പറയുന്നു, ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല. 10 ലക്ഷത്തോളം വരുന്ന വോട്ടിംഗ് മെഷീനുകളെയോ അല്ലെങ്കിൽ അവരെ ഒന്നും സ്വാധീനിച്ചുകൊണ്ട് ഒരു ഇലക്ഷനും നമുക്ക് അട്ടിമറിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഇത് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമല്ല, ഇത് കോൺഗ്രസിൻ്റെ പ്രശ്നമാണെന്നാണ്. ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് ആണെങ്കിലും അല്ലെങ്കിൽ പരകാല പ്രഭാകർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകരൊക്കെ തന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ വലിയ തോതിൽ കൃത്രിമത കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കണക്കുകളൊക്കെ കറക്റ്റാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതും പിന്നീട് വോട്ടെണ്ണുമ്പോഴൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വലിയ തോതിൽ ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അതൊക്കെ കൊണ്ടിട്ട് ഈ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം കാണിക്കലൊന്നും ഇന്ത്യ രാജ്യത്ത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരാതിരിക്കില്ല. അതുകൊണ്ട് ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മല്ലികാർജുൻ ഖാർഗെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ BJP വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതല്ല,
BJP കോൺഗ്രസിൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നതാണ്. അത്തരത്തിൽ കോൺഗ്രസ് റിവൈവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകുന്നതൊന്നും ഇതിനൊരു പരിഹാരമല്ല. സർ, ഇപ്പോൾ ഇവിടെ ഉള്ള പ്രധാന ക്വസ്റ്റ്യൻ, ഇതുപോലെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണ്ടേ? കാരണം ജനങ്ങളിൽ ഇതിൻ്റെ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നത് അല്ല. പക്ഷേ അതെല്ലാം ഷിബിലി പറഞ്ഞ പോലെ അതെല്ലാം കറക്റ്റാണ്. ഇലക്ഷൻ കമ്മീഷൻ പലപ്പോഴും വളരെ തൃപ്തികരമായ, വളരെ ട്രാൻസ്പെറൻ്റായ മറുപടികൾ, വിശ്വാസയോഗ്യമായ മറുപടികൾ നൽകാൻ കഴിയുന്നില്ല. ഇപ്പം ഞാൻ എല്ലാ ഞാനിപ്പോൾ അതിൻ്റെ കണക്കുകളൊന്നും പറയുന്നില്ല. ഇപ്പോൾ പരകാല പ്രഭാകർ പറഞ്ഞിട്ടുള്ള കണക്കുകളുണ്ട്. ആ കണക്കുകൾ വളരെ ശരിയായിട്ടുള്ള കണക്കുകളാണ്. പക്ഷേ അത്തരത്തിലുള്ള നിങ്ങളറിയേണ്ടത്, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ കാരണം ഇതാണ് എന്ന് നമ്മൾ പറയരുത്. കാരണം എന്ന് വെച്ചാൽ ഈ കാരണം ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വലിയ തോതിൽ ഒരു മാനിപ്പുലേഷൻ നടത്തൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ പോലെ അത്ര വലിയ ഒരു രാജ്യത്ത് ഇത് എളുപ്പത്തിലൊന്നും സംഭവിക്കാവുന്ന കാര്യങ്ങളല്ല. ഇലക്ഷനുകളൊക്കെ പലപ്പോഴും ഷിബിലൊക്കെ അറിയേണ്ടത് പണ്ടൊക്കെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂത്തുകൾ പിടിച്ചടക്കുകയും അത് കയ്യേറിക്കൊണ്ട് ആളുകൾ കുത്തി, ബാലറ്റ് പേപ്പർ ഉണ്ടായപ്പോൾ ഒരാളുടെ വോട്ടിന് 10 പേര് എന്ത് ചെയ്തു, കുത്തിയിടുകയും ഒക്കെ ചെയ്യുന്ന, നൂറുകണക്കിന് വോട്ടുകൾ കുത്തിയിടുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രജ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഡയലോഗ് കേട്ടിട്ടില്ലേ? തോക്കിൻ കുഴലിലൂടെ ആളുകളെ കുറിച്ച് നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന ഉത്തരേന്ത്യയിലായിരുന്നു ഞാനെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ശ്രമിച്ചേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇന്ത്യ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി. അതിൽ നിന്നൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്തു നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറഞ്ഞില്ല, ഇതിൽ ട്രാൻസ്പെറൻസിയുടെ കുറവുകളുണ്ട് എന്നെല്ലാം സമ്മതിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നേരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ കളഞ്ഞിട്ട് നേരെ ബാലറ്റ് പേപ്പറിലേക്ക് പോകുക എന്നുള്ളതല്ല. ഞാൻ വീണ്ടും അസർട്ടീവായി പറയുന്നു, ഇത് പരിഗണിക്കേണ്ടത് കോൺഗ്രസ് ആണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പുകളും നമ്മളെടുത്ത് സസൂക്ഷ്മം ഇഴകീറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യം, അവിടെ കോൺഗ്രസ്സിന് പറ്റിയിട്ടുള്ളത് ചില മാനേജ്മെൻറ്റ് പാളിച്ചകളാണ് എന്നുള്ളതാണ്. അതായത് ഒരു മൈക്രോ ലെവലിലും മാക്രോ ലെവലിലുമുള്ള മാനേജ്മെൻറ്റ് പാളിച്ചകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ വോട്ടും BJPയുടെ വോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 1,13,000 മാത്രമാണ്. പക്ഷേ ആ 1,13,000 വോട്ടുകൾ മാത്രം വ്യത്യാസമുള്ളത് അവർക്ക് സീറ്റുകൾ എങ്ങനെ BJPക്ക് കൂടുതൽ കിട്ടി എന്നുള്ളത് പഠിച്ചാൽ, ഞാനത് വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്, അങ്ങനെ പഠിച്ചാൽ നമ്മൾ അമ്പരന്ന് പോകും. കാരണം അവിടെ എതിരായിട്ടുള്ള വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാനും ജയിക്കേണ്ടടുത്ത് ജയിക്കേണ്ടത്രയും മാത്രം വോട്ടുകൾ കിട്ടാനുമൊക്കെ BJP വലിയ തോതിൽ ഒരു മൈക്രോ ലെവൽ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കർണാടകത്തിൽ 135 സീറ്റുകളാണ് ഈ പറയുന്ന കോൺഗ്രസ്സിന് കിട്ടിയത്. അപ്പോൾ അത്തരത്തിൽ സീറ്റുകൾ കിട്ടുമ്പോൾ വലിയ തോതിൽ തകർച്ച ജനതാദളിനും BJPക്കുമൊക്കെ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു 1% വോട്ട് കൂടുതൽ കിട്ടിയത് കോൺഗ്രസ്സിനാണ്. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു പോയി? തോറ്റുപോയി. അപ്പോൾ അത്തരത്തിൽ നമ്മളറിയേണ്ടത്, ഈ ഓരോ മണ്ഡലത്തിൽ ചിലപ്പോൾ ജയിക്കുന്ന മണ്ഡലത്തിൽ ചിലപ്പോൾ വലിയ തോതിൽ ഭൂരിപക്ഷം വരികയും നമ്മൾ 10 മണ്ഡലങ്ങളിൽ ജയിക്കുകയും ചെയ്താൽ നമ്മുടെ വോട്ടുകൾ അവിടെ മാത്രം എന്ത് ചെയ്യപ്പെടും? മൊബിലൈസ് ചെയ്യപ്പെടും. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തോറ്റുപോകും. അപ്പോൾ അത്തരത്തിൽ ഇതെങ്ങനെയാണ് വോട്ടുകൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി ആളുകൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ ഷിബിലിനോട് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഷിബിലി അറിയേണ്ടത് തൃശ്ശൂർ BJP ജയിച്ചല്ലോ. BJPയുടെ സംസ്ഥാന നേതാക്കളടക്കം ജില്ലാ പ്രസിഡന്റുമാരടക്കം കൃത്യമായി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ഷിബിലിയുടെ അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടിയിട്ട്, ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല, അപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 50,000-70,000 വോട്ടുകൾ ചേർത്തതാണ് പുതിയതായിട്ട്. അപ്പോൾ അത്തരത്തിൽ ആ ചേർക്കുന്ന വോട്ടുകൾ ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ആളുകൾ വോട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ മൈക്രോ ലെവലിലുള്ള കോൺഗ്രസ്സിന് അത് കാണാൻ പറ്റാതെ പോയി. അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ഇലക്ഷൻ വർക്കിന് ചെയ്യേണ്ട മൈക്രോ ലെവൽ പ്ലാനിങ് ചെയ്യുന്നില്ല? ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തൊരു പണി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതായത് ജമ്മു കാശ്മീരിലും ഹരിയാനയിൽ നടത്തുന്നതിനോടൊപ്പം മഹാരാഷ്ട്രയിൽ നടത്തായിരുന്നു. പക്ഷേ മഹാരാഷ്ട്രയിൽ അവർ ഇത് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, സെക്യൂരിറ്റി പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇലക്ഷൻ കമ്മീഷൻ മാറ്റിവെച്ചത്. പക്ഷേ അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1 India 1 election എന്നാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ഇതെങ്ങനെ സെക്യൂരിറ്റി പേഴ്സൺസിനെ ഉപയോഗിക്കും? അപ്പോൾ അവർ പറഞ്ഞത് ജമ്മു കാശ്മീരിലൊക്കെ കൂടുതൽ ആളുകളെ വേണം എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു 4 മാസം നീട്ടിക്കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ 4-5 മാസം BJP എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്.
യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഷിബിലിയോട് പറയുന്നു, ഞാനൊരു ബീയിങ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഇലക്ഷണൽ മാനേജ്മെൻറ്റ് ഭംഗിയായി ചെയ്യാൻ കഴിയാവുന്ന ഒരാളെന്നുള്ളതിലേക്ക് നിങ്ങൾ ഒരു കൊല്ലം 2026 തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോഴേ മുതൽ MLA പ്രിപ്പയർ ചെയ്താൽ ഏതൊരു MLAക്കും ജയിക്കാൻ പറ്റും. അത് ആരാണോ ഗംഭീരമായി പ്രിപ്പയർ ചെയ്യുന്നത്, ആരാണോ കൃത്യമായി പണിയെടുക്കുന്നത്, അത് തീർച്ചയായിട്ടും അവർക്ക് ജയിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത മൈന്യൂട്ടായിട്ടുള്ള മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ് ആണ് BJP നടത്തിയത്. അപ്പോൾ അത് അവിടെ കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് കോൺഗ്രസ് വോട്ട് ഉയർത്തി. കോൺഗ്രസ് ഒന്ന് ശ്രദ്ധിച്ചപ്പോഴേക്കും കോൺഗ്രസ് വോട്ട് ഉയർത്തി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ചുകൂടിയൊക്കെ ഒരു വിജിലൻ്റായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത്തരത്തിൽ BJP ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ പണം മുടക്കി ആ വലിയ തോതിലൊരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആരെയൊക്കെ വെക്കണമെന്ന് തീരുമാനിച്ച് ഓരോരുത്തരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്തിട്ടാണ് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ കൊടുത്തിട്ടുള്ള ആളോട് സായിസ്ബിംഗ് വർമ്മയോട് പറഞ്ഞത്, നിങ്ങൾ അവിടെ മാത്രം പ്രവർത്തിച്ചാൽ മതി, നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എപ്പോഴാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ കഴിയുമ്പോൾ ഉടനെ തന്നെ എന്താ ചെയ്തത്? അവിടെ 20ഓളം വരുന്ന 18ഓളം വരുന്ന MP ചാർജ് ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഡൽഹി. അപ്പോൾ അത്തരത്തിൽ അവിടെ നിന്നുള്ള 7 MP ഏതാണ്ട് 27-28 MP കൃത്യമായിട്ട് ചെറിയ ചെറിയ മണ്ഡലങ്ങളുടെ ചാർജ് കൊടുത്തു. അപ്പോൾ അത്തരത്തിൽ ചാർജ് കൊടുത്തുകൊണ്ട് മൈക്രോ ലെവൽ മാക്രോ ലെവൽ പ്ലാനിംഗ് ആണ് BJP ചെയ്യേണ്ടത്. അത് പലപ്പോഴും ഇപ്പോൾ സുനിൽ കനകോലുവിൻ്റെ ഒക്കെ ടീമൊക്കെ ഇത് പഠിച്ചാലും ഒരു എൻ്റയർ പ്ലാൻ വെച്ചാലും അവർ പോലും ഒരു മൈക്രോ ലെവൽ പ്ലാനിങ് നടത്തുന്നില്ല. ഓരോ MLAയും അവൻ്റെ മണ്ഡലത്തിൽ എന്താണ് നോക്കി ഒരു മൈക്രോ ലെവൽ പ്ലാനിങ് നടത്തുകയും അതിനുവേണ്ടി കൃത്യമായ ഏജൻസികളെ വെച്ച് പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണലി ഉള്ള ഇലക്ഷനുകളാണ് വരാൻ പോകുന്നത്. അതല്ലാതെ ഇനിയുള്ള കാലത്ത് സിമ്പിളായിട്ട് സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ ജയിക്കുന്നത് പോലെ ജയിക്കുമെന്ന് വിചാരിക്കാൻ കഴിയില്ല. ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടി പറയാം. ഇന്ന് CPM തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. CPMൻ്റെ പാർട്ടി കോൺഗ്രസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM ആയിരക്കണക്കിന് ഫുൾ ടൈം പ്രവർത്തകരെ പണം കൊടുത്ത് അപ്പോയിൻ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് CPM പോലൊരു പാർട്ടി പോലും പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസിനെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ട് ആന്ധ്രയിലും തെലങ്കാനയിലും ബാക്കിയുള്ള ബീഹാറിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ 1500 2000 എന്നാലും എണ്ണം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം പേരെ ഫുൾ ടൈമേഴ്സായി വെച്ചുകൊണ്ട് അവർക്ക് നല്ല പണം സാലറിയായി കൊടുത്തുകൊണ്ട് അവരെ പാർട്ടി വളർത്താൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ശ്രദ്ധകൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ 52 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇതാണ് കാര്യം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന കൃത്യമായ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തെരുവിലേക്കിറങ്ങി ഭാരത് ജോഡോ യാത്ര നടത്തി. മനസ്സിലായി? അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഇന്ത്യക്കാരുടെ ഒരു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ പ്രചരണം നടത്തി. ആ പ്രചരണം നടത്തിയപ്പോൾ സത്യത്തിൽ BJP ഞങ്ങൾ 400 സീറ്റിലധികം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് പേടിയായി. ഞങ്ങളുടെ റിസർവേഷൻ പോകുമോ, ഭരണഘടന തിരുത്തിക്കളയോ എന്നൊക്കെ പേടിയായി. അപ്പോൾ ഇത്തരത്തിൽ പല വീഴ്ചകൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ അതിന് ശേഷം വീണ്ടും കോൺഗ്രസ് പഴയ ലെവലിലേക്ക് തിരിച്ചുപോയി. കാരണം ഹരിയാന ജയിക്കായിരുന്നു, മഹാരാഷ്ട്ര ജയിക്കായിരുന്നു. ഇത്തരം സ്ഥലങ്ങളിൽ തോറ്റതിന് ശേഷം വളരെ വിജിലൻ്റ് ആയിട്ടുള്ളൊരു മൂവാണ് ആര് നടത്തിയത്? BJP നടത്തിയത്. അതാണ് ഇവിടെ വേണ്ടത്. അത്തരത്തിൽ കൃത്യമായ പ്ലാനിങ് നടക്കുന്നില്ല. പിന്നെ അതിൻ്റെ പിന്നിലൊരു പ്രശ്നം കൂടി പറയാം ഞാൻ ഷിബിലിനോട്. ഇതിൻ്റെയൊക്കെ പുറകിൽ RSS എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അവർക്ക് പാർട്ടി ജയിച്ചാൽ മതി, അവർക്ക് അധികാരമൊന്നും വേണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു സിസ്റ്റം ഇല്ല. കോൺഗ്രസിലുള്ള എല്ലാവർക്കും തന്നെ ഞങ്ങൾ ജയിക്കണം. സത്യത്തിൽ സ്വന്തം മതത്തിലും സ്വന്തം ജാതിയിലും പെട്ടൊരുത്തും തോറ്റു കിട്ടിയ അത്രയും നല്ലത്. കാരണം അവൻ മന്ത്രിസ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തോക്കണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്ന ഫീലിംഗ് പലപ്പോഴും ഉണ്ടാകാറില്ല. ഇതാണ് 80 വയസ്സ് കഴിഞ്ഞ് 84കാരനായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ വോട്ടിംഗ് മെഷീൻ മാറുമെന്നും പറഞ്ഞിരിക്കരുത്. എനിക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ MLAമാരോടും തോറ്റുപോയവരോടും വീണ്ടും മത്സരിക്കാനുള്ളവരോടും പറയുന്നത്, വോട്ടിംഗ് മെഷീൻ മാറിയിട്ട് നിങ്ങൾ ജയിക്കൂല. നിങ്ങൾ ജയിക്കണമെങ്കിൽ ഇപ്പോൾ 2026 ഇപ്പോഴേ മുതൽ പണി തുടങ്ങണം. അതിനുള്ള പ്രൊഫഷണൽ ഏജൻസികളാണ് നമ്മൾ, ഷിബിലിനൊക്കെ അറിയാം, നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഗംഭീരമായി 1 കൊല്ലം പ്ലാനിങ്ങോടുകൂടി ചെയ്താൽ ആർക്കും ജയിക്കാം. അതാണ് കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ
ചെയ്യേണ്ടത്, തമിഴ്നാട്ടിൽ ചെയ്യേണ്ടത്, ആസാമിൽ ചെയ്യേണ്ടത് അതാണ്.